നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചേക്കുമെന്ന് സൂചന. വയനാട്ടിൽ മത്സരിക്കണമെന്ന് KPCC രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു. കേരളത്തിൽ നിന്നുള്ള ആവശ്യത്തിൽ രാഹുൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. വയനാട്ടിൽ UDF ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ മുതിർന്ന നേതാവ് MI ഷാനവാസ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി UPയിലെ അമേഠിയെ കൂടാതെ ദക്ഷിണേന്ത്യയിലും മത്സരിക്കുമെന്ന് നേരത്തെ വിവരങ്ങൾ വന്നിരുന്നു. നേതാക്കൾ നൽകുന്ന വിവരമനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലും ജനവിധി തേടിയേക്കും. വയനാട്, വടകര മണ്ഡലങ്ങളിൽ UDF ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. വടകരയിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയനാട് T സിദ്ദിഖ് മത്സരിക്കുമെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരം. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സിദ്ദിഖ് പിന്മാറും. സിദ്ദിഖ് പിന്മാറാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. സിദ്ദിഖുമായി വിഷയം കോൺഗ്രസ് നേതൃത്വങ്ങൾ ചർച്ച ചെയ്തു. പിന്മാറാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് പറഞ്ഞതായിട്ടാണ് വിവരം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് മാറിക്കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് സിദ്ദിഖ് പറഞ്ഞുവെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നിന്ന് രാഹുൽ മത്സരിച്ചാൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും പ്രവർത്തകർ ആവേശത്തിലാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്ന് നേരത്തെ ഫേസ്ബുക്ക് വഴിയും ആവശ്യം ഉയർന്നിരുന്നു. VT ബൽറാം MLA, PC വിഷ്ണുനാഥ്, KM ഷാജി തുടങ്ങിയവരെല്ലാം സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.